ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ ഒരു സ്പെഷ്യൽ സ്നാക്സാണ് തയ്യാറാക്കുന്നത്. പൊതി ചിക്കൻ. ഇത് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണിത്. തികച്ചും പുതുമയാർന്ന ഒരു വിഭവമാണെന്ന് നമുക്ക് പറയാം. അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് സ്നാക്സിനൊക്കെ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇത് ഒട്ടും തന്നെ എല്ലില്ലാത്ത ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് മസാല തേച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചിരിക്കുന്നത് സോയാ സോസ് ചേർക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ സോയാ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഞാനൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. അതും ഒരു 1/2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉപ്പ് കുറച്ച് ചേർത്തത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു മുട്ടയോ മുട്ടയോ ഇതിലോട്ട് ചേർത്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 3/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ മൈദയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർക്കാം. നമുക്ക് ഈ മാവ് ഐറ്റം എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മസാല കുറച്ചുകൂടി ഈ ചിക്കനിലോട്ട് നല്ലതുപോലെ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിലോട്ടില്ല. അതും കൂടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് അത്രയും തന്നെ മതിയാകും. ഇത് ഞാനൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് ഈ ചിക്കൻ പീസുകൾ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയ പീസുകളാക്കിയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഇത് തയ്യാറായി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ അടപ്പുകൊണ്ടൊന്ന് അടച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. വേഗം തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതാണ്. നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മതിയാകും. ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ ഞാൻ മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാനിലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 പീസ് വെളുത്തുള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്താൽ മതിയാകും. ഇനി അടുത്തതായി ഇതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ രീതിയിൽ ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതിയാകും. നല്ലതുപോലെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കിത് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്നാക്സിനായതുകൊണ്ട് എരിവൊക്കെ ഞാൻ കുറച്ചാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിതിൽ എരിവ് കൂട്ടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാബേജ്, ക്യാരറ്റ് അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, മല്ലിയില ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. കാബേജ്, ബീൻസ് അതുപോലുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇത് ക്യാരറ്റ് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഈ ക്യാരറ്റ് ഇതൊന്നും അതുപോലെ സവാള പോലെ നല്ലതുപോലെ വേകേണ്ട ആവശ്യമൊന്നുമില്ല. കടിക്കാൻ പറ്റുന്ന രീതിയിൽ മതിയാകും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് എരിവ് കുറഞ്ഞ കളറുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ ഞാൻ വലിയ ജീരകം, പെരുംജീരക പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു.
പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലൊന്ന് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കനും ഈ മസാലകളും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒരു ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലയിലോട്ട് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അതുപോലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഇത്രയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ചേർത്തിരിക്കുന്നത്. സോസിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലോട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലുള്ള കപ്പിൽ 2 കപ്പ്. ഇത് നിങ്ങൾക്ക് ഈ മൈദ മാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിലും ഇതിന് വേണ്ടി എടുക്കാവുന്നതാണ്. 2 കപ്പ് മൈദയ്ക്ക് 2 കപ്പ് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ചേർത്ത വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു തരത്തിലെ പാല് ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കളറിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഈ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിൽ വെച്ച് ദോശ ചുടും പോലെ ഒന്ന് ചുട്ടെടുക്കാം. ദോശ ചുടും പോലെ നല്ലതുപോലെ പരത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാനിവിടെ 1.5 കരണ്ടി മാവ് ഒഴിച്ച്, ഇത് കുറച്ച് വലിയ പാനാണ്, ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മുടെ ഈ ദോശ ചുടും പോലെ തവി വെച്ച് ഇങ്ങനെ കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് മൊരിയുമ്പോൾ നമുക്കിത് എടുക്കണം. ഈ ഇരിക്കുന്ന മാവ് എത്രയും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പൊതി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം ഒരു പീസ് വാഴയില കഴുകി വാട്ടിയെടുത്തതാണ്. അത് വെച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെന്ന് ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഈ ഭാഗം അടിയിൽ പോകത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചാൽ മതിയാകും. നമുക്ക് പൊതിഞ്ഞെടുക്കുമ്പോൾ ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി ഇതിന് ഈ ഭാഗത്ത് വേണം നമുക്കിനി മിക്സ് ചേർത്ത് കൊടുക്കാൻ, നമ്മുടെ ചിക്കൻ മിക്സ്. അതിൽ നിന്ന് 2-3 കരണ്ടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം.
ഇനി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോയോ വെള്ളരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഓരോ പീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ടൊമാറ്റോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പീസ് സവാള. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ മടക്കണം. ഇതിൻ്റെ 4 ഭാഗവും ചേർത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനെ വയ്ക്കാം. നമ്മളിതിപ്പോൾ തുറക്കുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിനെ ഒന്ന് കവർ ചെയ്യണം. വാഴയില കൊണ്ട് ഇതുപോലെ മടക്കി ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ വാഴ ഇലയിൽ നിന്ന് തന്നെ കിട്ടിയ നമ്മുടെ ഈ നാരുണ്ടല്ലോ, ഈ നാരിനെ വെച്ച് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇളകി പോകാതിരിക്കാൻ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ ഒറ്റ കെട്ടോ 2 കെട്ടോ ആക്കി കെട്ടിയാലും മതിയാകും. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കണം. നമ്മുടെ പൊതി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ചിക്കൻ പാർസൽ എന്നും ഇതിനെ നമുക്ക് പറയാം. ഇതൊരു സ്നാക്സാണ്. നമുക്ക് ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. എനിക്ക് ഇതുപോലത്തെ 7 എണ്ണമാണ് ഈ കൂട്ടിൽ നിന്നെല്ലാം തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഇതുപോലെ ആദ്യം ഒരു വാഴയില വയ്ക്കുക. ഇതിൻ്റെ ഇതുപോലുള്ള ഭാഗം തിരിച്ച് വയ്ക്കുക. ഇനി നമ്മുടെ കൂട്ട് ചിക്കൻ മിക്സ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ ടൊമാറ്റോ, സവാള, മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഇനി കാബേജ്, കുക്കുംബർ അതുപോലുള്ള എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മീതെ വയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ്. ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമുക്കിതുപോലെ മറിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്യുക. അതായത് ഇത് തുറക്കുമ്പോൾ നമ്മുടെ ഈ നല്ല ഭാഗം കാണുന്നതായിരിക്കുമല്ലോ. നമുക്കിപ്പോൾ ഒരു ഭംഗിയും കൂടെ വേണമല്ലോ. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദോശ ചുടുന്ന പാനോ നോൺ സ്റ്റിക്കിൻ്റെയോ കല്ലിൻ്റെ ഏതായാലും കുഴപ്പമില്ല. അതിലോട്ട് ചെറിയ രീതിയിൽ എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകും. എണ്ണ കൂടേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണയും പാനും ഒന്ന് ചെറിയ രീതിയിൽ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചിക്കൻ പാർസൽ പൊതി ചിക്കൻ വെച്ച് കൊടുക്കാം. ഞാൻ ഈ പാനിലോട്ട് 4 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട്, ഇതിപ്പോൾ കുറച്ച് സമയമായപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇല ഒന്ന് വാടി നമ്മുടെ ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനത്തിലോട്ടൊക്കെ ഒന്ന് ഇതിൻ്റെ വാഴയിലയുടെ മണമൊക്കെ ഇറങ്ങി, അതിന് വേണ്ടി നമ്മളിപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അതിൻ്റെ എണ്ണയുടെ ഇതൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നത് വരെ നമുക്കൊന്നത് ചെയ്തെടുക്കാം.
നമ്മുടെ പൊതി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നല്ല ഒരു ഫ്ലേവറാണിത്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഇത് തുറന്ന് കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഒരെണ്ണം ഞാനിത് തുറന്ന് കാണിക്കാം. ഇതിൻ്റെ നാരൊക്കെ മാറ്റി. ഇത്രയും അളവിൽ നിന്ന് എനിക്ക് 7 എണ്ണമാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നല്ല മണമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, മണം പോലെ തന്നെയാണ്. അതാണ്ട് ഇത് തുറക്കുമ്പോൾ നമ്മൾ ആ മുരിഞ്ഞ ഭാഗം ഇതുപോലെ വെച്ചതുകൊണ്ട് ഇതിപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയാണ് കാണാൻ. ഇനി ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ഈ നോമ്പ് തുറയ്ക്ക് പറ്റിയ ഒരു റമദാൻ വിഭവം തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. ഇന്നത്തെ ഈ പൊതി ചിക്കൻ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ട്, ആ ബെല്ലൊന്ന് അമർത്തുക. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓണാക്കി ഇടുക.